ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ വിഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ. ചക്ക കുഴച്ചത്, പച്ച ചക്ക ചുള മാത്രം എടുത്തിട്ട് കുഴച്ചതാണ്. ചിലരിൽ ചക്കക്കുരും കൂടെ ചേർക്കും. ഞാനിപ്പോൾ ചക്കച്ചുള മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുവിധം മൂപ്പുള്ള ചക്കച്ചുള ആയിരിക്കണം കേട്ടോ. നമ്മൾ കപ്പ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല ഫ്രഷ് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരുവിധം മൂപ്പുള്ളതാണ്. അപ്പം അതിൻ്റെ കുരും പിന്നെ ചവണിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയിട്ടുണ്ട്, ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊരു കുക്കറിലേക്ക് മാറ്റും. കുക്കറാകുമ്പോൾ വേഗം പെട്ടെന്ന് പണി കഴിയുമല്ലോ, അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഉപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചക്കച്ചോള ഏകദേശം ഒരു 350-400 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ. ഇനി കുക്കർ അടച്ചു വയ്ക്കാം, ഫ്ലെയിം ഓണാക്കാം, സ്റ്റീം വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചക്ക നല്ലോണം വെന്തിട്ടുണ്ടാവും ആ ഒരു സമയം കൊണ്ട്. ചിലപ്പോൾ കുക്കറിൻ്റെ ഒരു ഇതനുസരിച്ച് സമയത്തിലൊക്കെ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ 2 വിസിൽ വന്ന് ഓഫ് ചെയ്തു. സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കി, നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്ക. ഇനി ഇത് ആ കയ്യിലിൻ്റെ മത്ത് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. വല്ലാതെ പേസ്റ്റ് ആവണമെന്നില്ല, എങ്കിലും ഒരുവിധം ഉടഞ്ഞു കിട്ടണം. ഇനി ഞാൻ പാത്രം ഒന്ന് മാറ്റുന്നുണ്ട്. ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ ചക്ക വെന്തത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിമൊന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കാനുണ്ട്. ചെരുവിയ തേങ്ങ 1/2 കപ്പ്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള, കുറച്ച് വേപ്പില, പിന്നെ നല്ല ജീരകം 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 3 വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആ ചക്കച്ചോള മിഡിൽ ഭാഗത്തൊരു കുഴി പോലെ ആക്കിയിട്ട് ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ആ വെന്ത ചക്ക കൊണ്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. പരപ്പ് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാം. അപ്പോൾ ഫ്ലെയിം ഏറ്റവും കുറവിലാണ് കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം, ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം. ഇനി ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ, അടച്ച് വെക്കാം. ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം, അരപ്പൊക്കെ നല്ല ആവി വന്നിട്ട് അരപ്പിൻ്റെ ആ ഫ്ലേവർ എല്ലാം ആ ചക്കയിലൊക്കെ നന്നായിട്ടായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു മണമാണ് ഈ ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു നല്ലൊരു സ്മെല്ല് വരും. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 1.5-2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 2-3 തണ്ട് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചക്ക കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് വെറുതെ കഴിക്കാം. ഇത് ചോറും അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കണം അങ്ങനെയൊന്നുമില്ല, നമുക്കിത് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇത് വെറുതെ കഴിക്കാൻ മാത്രമല്ല, ഇതിൻ്റെ കൂടെ നല്ല നല്ല കോമ്പിനേഷനുകളുണ്ട്. മീൻ മുളക് കറി, ബീഫ്, നല്ല സ്പൈസി ബീഫ് കറി, ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ കപ്പ നമ്മളങ്ങനെ കഴിക്കാറുണ്ടല്ലോ, കപ്പയും മീനൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പം അതുപോലെ തന്നെയാണ് ഈ ചക്ക കുഴച്ചതും ഈ പറഞ്ഞിട്ടുള്ള കറികളുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആ നാടൻ കറികളുടെ ആ ഒരു ടേസ്റ്റ് ഈ കറിക്കും സമൃദ്ധമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.